നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. മൂന്ന് തലമുറ ഒരുമിച്ച് നൃത്തച്ചുവട് വയ്ക്കുന്ന ചരിത്ര മുഹൂർത്തം ഞായറാഴ്ച താനൂർ ശോഭപ്പറമ്പിൽ നടക്കും. വൈദ്യുതി ചാർജ് വർധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് നഗരത്തിൽ പ്രകടനം നടത്തി. സ്ത്രീ നിയമ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. തെന്നല പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റ് 14-15 തീയതികളിൽ നടക്കും. AITUC ജാഥ വിജയിപ്പിക്കുന്നതിന് തിരൂരിൽ സംഘാടക സമിതി രൂപീകരിച്ചു. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ പരിയാപുരത്ത് പന്തംകുളത്തി പ്രകടനം നടത്തി. വിശദമായ വാർത്തകൾ. വൈദിക വിചാര സമിതിയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികളെയും സ്ത്രീകളെയും ഉൾപ്പെടുത്തി നൃത്ത മാമാങ്കം എന്ന മെഗാ സെമി ക്ലാസിക്കൽ ഡാൻസ് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഞായറാഴ്ച വൈകുന്നേരം 5 മണിക്ക് താനൂർ ശോഭപ്പറമ്പ് ക്ഷേത്ര മൈതാനിയിൽ നടക്കുന്ന നൃത്ത മാമാങ്കത്തിൽ 5 വയസ്സ് മുതൽ 70 വയസ്സുവരെ പ്രായമുള്ളവർ ഒന്നിച്ച് അമ്മയും മകളും അമ്മയുടെ മകളും അടങ്ങുന്ന 3 തലമുറ ഒരുമിച്ച് നൃത്തച്ചുവട് വയ്ക്കുന്ന ചരിത്ര മുഹൂർത്തമാണ്. 601 പേർ നൃത്തമാമാങ്കത്തിൽ പങ്കെടുക്കും. വരുന്ന ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് നമ്മുടെ ശോഭപ്പറമ്പ് ക്ഷേത്രാങ്കണത്തിൽ വെച്ചിട്ട് നൃത്തമാമാങ്കം, സെമി ക്ലാസിക്കൽ നൃത്തമാമാങ്കം അരങ്ങേറാൻ പോവുകയാണ്. എൻ്റെ കലാജീവിതത്തിൽ ഇത്രയും പേര് അടങ്ങുന്ന ഒരു പരിപാടി ആദ്യമായിട്ടാണ്. ഒരു 10-40 പേരൊക്കെ വെച്ചിട്ട് നമ്മൾ പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ കേട്ടപ്പോൾ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. തുടക്കത്തിൽ ഇതുപോലെ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആളുകളായതുകൊണ്ട് അവർക്ക് ഇരിക്കാനും കൈ പൊക്കാനും ഒക്കെയുള്ള ബുദ്ധിമുട്ടുകൾ അറിയിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഈ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നുള്ള ആ ഒരു ആശയത്തിന്റെ രീതിയിൽ ഒരുപാട് നൃത്തത്തെ ആഗ്രഹിച്ചിട്ട് അവസരങ്ങൾ കിട്ടിയിട്ടും കിട്ടാതെ ഇരുന്നിട്ട് ഇപ്പോൾ ഒരു അവസരം കിട്ടിയപ്പോൾ അതിനെ ഒരുപാട് ഇഷ്ടത്തോടെ സ്വീകരിച്ച് നല്ല രീതിയിൽ അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ നൃത്തമാമാങ്കത്തിന്റെ നൃത്താധ്യാപിക ടി ദിവ്യ, നർത്തകിമാരായ കെ മല്ലിക, കെ സുഗിഷ, VP ഹർഷ, M രജിത സജീവ്, V ജ്യോതി എന്നിവർ പങ്കെടുത്തു. വെട്ടം ന്യൂസ്, താനൂർ. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ വൈദ്യുതി ചാർജ് വർധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് നഗരത്തിൽ പന്തംകുളത്തി പ്രകടനവും വിശദീകരണ യോഗവും നടത്തി. വൈദ്യുതി ചാർജ് വർധനവ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് നഗരത്തിൽ പന്തംകുളത്തി പ്രകടനവും വിശദീകരണ യോഗവും നടത്തി. KVVS തിരൂർ മണ്ഡലം പ്രസിഡന്റ് PP അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. PA റഷീദ് അധ്യക്ഷത വഹിച്ചു. ചേംബർ ഓഫ് കൊമേഴ്സ് ജനറൽ സെക്രട്ടറി സമദ് പ്ലസന്റ് സ്വാഗതവും പറഞ്ഞു. യൂത്ത് വിംഗ് പ്രസിഡന്റ് ലിയ ഷിഹാബ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ചേംബർ വൈസ് പ്രസിഡന്റുമാരായ C മമ്മൂട്ടി, ജലീൽ, സെക്രട്ടറിമാരായ ഷാഫി, അബ്ദുള്ള, വാസിൻ K നായർ, സൈദു, നജീബ്, കുഞ്ഞു പൂന്തല, കുഞ്ഞാവ, സലിം, ബിജു, സൈനുദ്ദീൻ, പ്രകാശ്, അസീസ്, റസാഖ്, സുലൈമാൻ, ഷബീർ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. വെട്ടം ന്യൂസ്, തിരൂർ. ചേന്നര മൗലാന കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് കൊമേഴ്സിൽ മനുഷ്യാവകാശ ദിനാചരണത്തിന്റെ ഭാഗമായി പൊളിറ്റിക്കൽ സയൻസ് വിഭാഗത്തിന്റെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും നേതൃത്വത്തിൽ നയിച്ചേതന സ്ത്രീ നിയമ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സതീഷ് KP സെമിനാർ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്താകെ നിലവിൽ വന്നിട്ടുള്ള സഖി കേന്ദ്രം എന്ന സ്ത്രീകൾക്കു നിയമപരിരക്ഷ നൽകുന്നതിനു വേണ്ടിയുള്ള സംരംഭത്തിന്റെ മലപ്പുറം ജില്ലാ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ നയിച്ചേതന സ്ത്രീ നിയമ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. കോളേജ് പ്രിൻസിപ്പൽ
ഡോക്ടർ സതീഷ് KP സെമിനാർ ഉദ്ഘാടനം ചെയ്തു. സഖി മലപ്പുറം ജില്ലാ കേന്ദ്രത്തിലെ അഡ്മിനിസ്ട്രേറ്റർ അഡ്വക്കേറ്റ് റഹാന PP സ്ത്രീകൾക്കു നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്കുള്ള നിയമപരിരക്ഷ എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. പലപ്പോഴും ഗാർഹിക പീഡനങ്ങൾക്ക് ഇരയാക്കപ്പെടുന്നവർക്ക് തിരിച്ചറിയാനാവാത്ത വിധത്തിൽ സങ്കീർണമാണെന്നും ഇതിന് നിയമപരിരക്ഷയുണ്ട് എന്നത് അഭ്യസ്ത വിദ്യർക്കു പോലും അറിയില്ലെന്നും അഡ്വക്കേറ്റ് റഹാന ചൂണ്ടിക്കാട്ടി. കൂടാതെ സ്ത്രീകളും കുട്ടികളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, വ്യത്യസ്ത മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച സ്ത്രീകൾ, സ്ത്രീപക്ഷ പുസ്തകങ്ങൾ, കുടുംബശ്രീ, സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ, വനിതാ ഭരണാധികാരികൾ, സ്ത്രീപക്ഷ പ്രത്യേക പദ്ധതികൾ എന്നീ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ മംഗലം ഗ്രാമപഞ്ചായത്ത് ജെൻഡർ ക്ലബിന്റെ നേതൃത്വത്തിൽ ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. പൊളിറ്റിക്കൽ സയൻസ് വിഭാഗം മേധാവി മുഹമ്മദ് ഇർഷാദ്, കോളേജ് അഡ്മിനിസ്ട്രേറ്റർ മുഹമ്മദ് റാസി, IQAC കോർഡിനേറ്റർ ആയിഷ MK, വിമൻസ് സെൽ ടീച്ചർ കോർഡിനേറ്റർ ഹാജറ, പൊളിറ്റിക്കൽ സയൻസ് വിഭാഗം അധ്യാപിക ഹഫീഫ, ഷൌഹർ, വിദ്യാർത്ഥി പ്രതിനിധി ഫിദ ജാസ്മിൻ എന്നിവർ പ്രസംഗിച്ചു. വെട്ടം ന്യൂസ്, മംഗലം. തെന്നല കറുത്തൽ റിയൽ യൂത്ത് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന തെന്നല പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റ് 14-15 തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കോഴിച്ചേന RRF ഗ്രൗണ്ടിൽ നടക്കുന്ന ടൂർണമെന്റിൽ 8 ടീമുകളിലായി 96 താരങ്ങൾ പങ്കെടുക്കും. ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും കായിക രംഗത്തും ശ്രദ്ധേയമായി ചുവടുവയ്പുകൾ നടത്തിയ തെന്നല കറുത്താൽ റിയൽ യൂത്ത് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന 6ാമത് തെന്നല പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റാണ് 14-15 തീയതികളിൽ നടക്കുന്നത്. തെന്നലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 96 കായിക താരങ്ങൾ 8 ടീമുകളിലായി മാറ്റുരയ്ക്കുന്ന ടൂർണമെന്റ് കോഴിച്ചേന RRF ഗ്രൗണ്ടിൽ ശനിയാഴ്ച ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഈ വരുന്ന 14-15 തീയതികളിൽ കോഴിച്ചേന RRF ഗ്രൗണ്ടിൽ വെച്ച് നടക്കുകയാണ്. നിലവിൽ 5 തവണ നടത്തി വളരെ വിജയകരമായി മത്സരം പൂർത്തീകരിച്ച് 6ാം തവണയാണ് റിയൽ യൂത്ത് സെന്ററിന്റെ കീഴിലുള്ള ഇത്തരത്തിലുള്ള ഒരു ക്രിക്കറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ 96 താരങ്ങൾ, TPL എന്ന് പറയുമ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള 96 താരങ്ങളെ നിലവിൽ ലേലം ചെയ്ത് 8 ക്ലബ്ബുകളിലായി തിരിച്ചെടുത്ത് അഖിലേന്ത്യാ ഫുട്ബോൾ മൈതാനത്ത് നിരവധി ആരാധകരുള്ള റിയൽ FC തെന്നല നടക്കുന്ന തെന്നല പ്രീമിയർ ലീഗിൽ പങ്കെടുക്കുന്നവർക്ക് 100-ലേറെ സമ്മാനങ്ങളും വിതരണം ചെയ്യുന്നുണ്ട്. റിയൽ പ്രവാസി കൂട്ടായ്മയുടെ ചിറകിലേറി തെന്നലയിലെ കലാകായിക സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് 1.5 പതിറ്റാണ്ടിലേറെയായി നിറഞ്ഞു നിൽക്കുന്ന റിയൽ യൂത്ത് സെന്റർ പാവങ്ങളുടെ അത്താണിയായും പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഭാരവാഹികളായ റിയൽ യൂത്ത് സെന്റർ മുൻ ജനറൽ സെക്രട്ടറി ഷെരീഫ് വടക്കയിൽ, തെന്നല പ്രീമിയർ ലീഗ് ചെയർമാൻ PK സൽമാൻ, TPL കൺവീനർ PK സ്വാലിഹ്, TPL ട്രഷറർ ഫാസിൽ കാലടി, PT ഉമർ അലി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വെട്ടം ന്യൂസ്, തിരൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് AITUC സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന വടക്കൻ മേഖലാ ജാഥ വിജയിപ്പിക്കുന്നതിന് തിരൂരിൽ സ്വാഗത സംഘം രൂപീകരിച്ചു. യോഗം CPI തിരൂർ മണ്ഡലം സെക്രട്ടറി TJ രാജേഷ് ഉദ്ഘാടനം ചെയ്തു. തൊഴിലും കൂലിയും ഉറപ്പുവരുത്തുക, സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുക, കേരളത്തോടുള്ള കേന്ദ്ര അവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചു AITUC സംസ്ഥാന പ്രസിഡന്റ് JJ അഞ്ചലോസ് ക്യാപ്റ്റനും സംസ്ഥാന നിർവാഹക സമിതി അംഗം KK അഷ്റഫ് വൈസ് ക്യാപ്റ്റനും KG ശിവാനന്ദൻ ഡയറക്ടറായ വടക്കൻ മേഖലാ ജാഥ വിജയിപ്പിക്കുന്നതിനു വേണ്ടി തിരൂരിൽ 51 അംഗ സ്വാഗത സംഘം രൂപീകരിച്ചു. യോഗം CPI തിരൂർ മണ്ഡലം സെക്രട്ടറി TJ രാജേഷ് ഉദ്ഘാടനം ചെയ്തു. പ്രകാശൻ കുറ്റൂർ അധ്യക്ഷത വഹിച്ചു. AP രാജു, രവി പള്ളീരി, ജംഷാദ് വേളക്കാടൻ, അരുൺ കുമാർ, അയൂബ് വേളക്കാടൻ, ഹാജറ, ജംഷീദ വെട്ടം, ദാസൻ KP, സെലിൻ, ബാലൻ KP, മുരളി കുറ്റൂർ, സുലൈമാൻ, വിനോദ് പള്ളിയാലിൽ, അബ്ദുൽ ഖാദർ, സുൽഫിക്കർ സലാം, രാഘവൻ, സത്യകല, താജുദ്ദീൻ, റാബിയ എന്നിവർ പങ്കെടുത്തു. മുരളി നന്ദി രേഖപ്പെടുത്തി. ഭാരവാഹികളായി V നന്ദൻ ചെയർമാനും ജംഷാദ് വേളക്കാടൻ കൺവീനറുമായി യോഗം തിരഞ്ഞെടുത്തു. വെട്ടം ന്യൂസ്, തിരൂർ. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി വെട്ടം പരിയാപുരം യൂണിറ്റ് വൈദ്യുതി ചാർജ് വർധനവിനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചു. നിരവധി പ്രവർത്തകർ പങ്കാളികളായി. നിരവധി പ്രവർത്തകരാണ് വൈദ്യുതി ചാർജ് വർധനവിനെതിരെ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി വെട്ടം പരിയാപുരം യൂണിറ്റ് സംഘടിപ്പിച്ച പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. ഭരണക്കാരുടെ കുറുവാ സംഘം യൂണിറ്റ് പ്രസിഡന്റ് കലാം ബ്രീസ്, സെക്രട്ടറി രവീന്ദ്രൻ പട്ടക്കൽ, ട്രഷറർ K അഷ്റഫ്, ഷംനാദ് ബാബു, K സൈനു, അൻസാർ, റാഫി, നസറു തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, വെട്ടം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.